ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കപ്പളങ്ങയും പരിപ്പും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഉണ്ട്, പരിപ്പും കപ്പളങ്ങയും പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഇതിന് ഒരു ഇത്തിരി മുളക് പൊടി, ഇതിനാവശ്യമായ ഉപ്പ്, നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇത് വേവട്ടെ. അപ്പം നമുക്ക് അതിനെ അരയ്ക്കാനുള്ളതാണ്. 2 വെളുത്തുള്ളി, കുറച്ചൊരു ജീരകം, വെളുത്തുള്ളി, ജീരകം, ഇതിനത് മതി കേട്ടോ. നമ്മൾ മുളക് പൊടിയൊക്കെ ഇതിലിട്ടിട്ടുണ്ടല്ലോ, പരിപ്പടുപ്പത്ത് വെച്ചപ്പോൾ നമ്മളതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഇനി നമുക്ക് കറിവേപ്പില, ഇതിവിടെ നിന്ന് ഒടിച്ച കരിവേപ്പില, നമ്മുടെ കരിവേപ്പിലെന്നുള്ളതാണ് കേട്ടോ ഇത്. കുറച്ചിലേക്ക് കേടുണ്ട്, നമ്മളതെല്ലാം തിരഞ്ഞെടുക്കും. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല കറിവേപ്പില നമ്മളെ തൊടിയിൽ നിന്ന് തന്നെയുള്ളതാണ്. ചോറൊക്കെ ആയിട്ടുണ്ട്, തോരനായിട്ടുണ്ട്. ചോറ്, നമുക്കൊരു പാവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വയ്ക്കാതെ. പാവയ്ക്കാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. തുള്ളി വെള്ളം ഒഴിച്ച് അടുപ്പത്തൊന്ന് വയ്ക്കാം. അപ്പോൾ മെഴുക്കുവരട്ടിക്കുള്ളത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ടു, ഉപ്പിട്ടു, നല്ലോണം ഞെവിടി അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ കറി ആയിട്ടുണ്ട്. സൂപ്പർ കറി കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി കേട്ടോ. എല്ലാവരും വെക്കുന്നുണ്ടാവും കേട്ടോ, ഇങ്ങനെ കപ്പളങ്ങയും പരിപ്പൊക്കെ ഇട്ട് എല്ലാവരും കറി വെക്കുന്നുണ്ടാവും. അപ്പം ഞാൻ വെച്ച കറി, എൻ്റെ കിച്ചണിലെ കറി ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നു എന്ന് മാത്രം. നമുക്ക് 2 തിരി ജീരകം ഇടാം, മുളകിടാം, കറിവേപ്പില, ഒരു തുള്ളി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിൽ. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്കിന്ന് ഇളക്കി നോക്കാം. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആയിട്ടുണ്ട്. അണ്ണാങ്കുഞ്ഞ് കരയുന്നുണ്ടോ, ചിരിന്ന് ചിലയ്ക്കുന്നു. മെഴുക്കുവരട്ടി ആയതുകൊണ്ട് നമ്മൾ തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. ഇത് ഇതിനകത്ത് കിടന്ന് നല്ലോണം വാടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, മുളകും ഉപ്പും മാത്രം, ഇച്ചിരി വെളിച്ചെണ്ണയും. ഇതൊക്കെ സിമ്പിൾ കറിയാണേ, അറിയത്തില്ലാത്തവർക്കൊക്കെ ഇത് നല്ല കാര്യമാണ്. തോരൻ മാത്രമേ ഇത് വെക്കാൻ പറ്റുള്ളൂ, ഇല്ല തേങ്ങ ചേർക്കണം, അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാ പച്ചക്കറിയും നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. ഇതിങ്ങനെ വെക്കാം. പാവയ്ക്ക അവിയലിൽ ചേർക്കുന്നവരുണ്ട്, സാമ്പാറിലൊരു കഷ്ണം ഇടുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു.
ചെയ്യുന്ന കാര്യം കറക്റ്റായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡിയായി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഉച്ചത്തേക്കുള്ള വിഭവങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം വേണേ, എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിത് കുറേയായി വീഡിയോ ഇടുന്നു. അപ്പം നിങ്ങളെന്നോട് സഹകരിക്കണം. ഈ ചെറിയ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, പിന്നെ നിങ്ങളുടെ ഇഷ്ടമല്ലേ എല്ലാം, നമ്മൾ പറയാനല്ലേ പറ്റുള്ളൂ. ഹായ്, ഇനി അടുത്തൊരു വീഡിയോ കാണാവേ.